ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് വിത്ത് എസ്സിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആസ്കിങ് ഫോർ പെർമിഷൻ എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഭാഗമാണ് നാം പഠിക്കുന്നത്. അതായത് സാധാരണയായി നാം പെർമിഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് വെൻ യു വാണ്ട് ടു ആസ്ക് സമ്മൺ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ വിച്ച് വി ആർ ഗോയിങ് ടു ഡു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുക, അത് ഒരാളോട് അതിനുള്ള ഒരു അനുവാദം വളരെ വിനയത്തോട് ചോദിക്കുന്നതാണ് പെർമിഷൻ എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പോൾ പെർമിഷൻ എന്ന ഒരു കാര്യം ചോദിക്കുന്നതിന് ഇംഗ്ലീഷിൽ പ്രധാനമായും 3 രൂപങ്ങളാണ്, 3 രീതിയിലാണ് നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്നത്. അതായത് ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ. അപ്പോൾ ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ, ഈ 3 രൂപങ്ങളിലാണ് നമുക്കൊരാളോട്, നാം മറ്റുള്ളവരോട് പെർമിഷൻ ചോദിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നത്. അതായത് അതിൽ മേ ഐ എന്ന് പറയുന്നത് ഏറ്റവും മോർ പൊളൈറ്റായിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സംബഡി ഹാസ് മോർ പവർഫുൾ ഓർ മോർ സംതിങ് വിച്ച് ഈസ് ബെസ്റ്റ് ദാൻ അസ്, അങ്ങനെയുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ പാരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, അങ്ങനെ മോർ പൊളൈറ്റായിട്ടുള്ള വ്യക്തികളോട് നാം ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്കവിടെ മേ ഐ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കൂ, ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ, 3 രീതിയിലുള്ളത് നമ്മളവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. തൊട്ടടുത്തായിട്ട് നോക്കൂ, ഞാനവിടെ എഴുതിയിരിക്കുന്ന ഹെൽപ്പ് യു, ഗോ ദെയർ, സ്പീക്ക് ടു ഹിം, കോൾ യു ഫോർ ആൻ അർജൻറ്റ് മാറ്റർ, റീഡ് ദിസ് ബുക്ക് ഫോർ മീ. ഓക്കെ, ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ ലെഫ്റ്റ് സൈഡിലുണ്ട്, അല്ലേ? അപ്പോൾ അവിടുത്തെ എല്ലാ സെൻറ്റൻസിലെയും ആദ്യത്തെ വേർഡ്സ് ഒന്ന് നോക്കിക്കോളൂ. ഹെൽപ്പ്, ഗോ, സ്പീക്ക്, കോൾ, റീഡ്. കണ്ടോ? ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ക്യാൻ, കുഡ്, മേ ഇവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്യാൻ ആയി കഴിഞ്ഞിട്ട് ആദ്യം ഉപയോഗിക്കേണ്ടത് ഒരു റൂട്ട് വെർബാണ്. അതെപ്പോഴും ഓർത്തുരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത് നമുക്ക് നോക്കാം. ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു, എന്നെ ഞാൻ സഹായിക്കട്ടെ എന്നാണ്. അത് കുറച്ചുകൂടി പൊളൈറ്റ് ആകുമ്പോഴേക്ക് വീണ്ടും മാറി കുഡ് ഐ ഹെൽപ്പ് യു. ആ സമയത്ത് അത് നമ്മളുടെ ടീച്ചേഴ്സിനോടോ പാരൻസിനോടോ ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്കത് എന്ത് പറയാം? മേ ഐ ഹെൽപ്പ് യു, മേ ഐ ഹെൽപ്പ് യു. കണ്ടോ? എന്നാലത് കുഡ് ചേർത്താണെങ്കിൽ, അടുത്ത ഗോ ദെയർ വെച്ചിട്ടാണെങ്കിൽ ക്യാൻ ഐ ഗോ ദെയർ, ഞാനവിടെ പൊയ്ക്കോട്ടെ എന്നാണ്. ഓക്കെ, കുഡ് ഐ ഗോ ദെയർ, മേ ഐ ഗോ ദെയർ. നെക്സ്റ്റ് നോക്കൂ, സ്പീക്ക് ടു ഹിം. ക്യാൻ ഐ സ്പീക്ക് ടു ഹിം, കുഡ് ഐ സ്പീക്ക് ടു ഹിം, മേ ഐ സ്പീക്ക് ടു ഹിം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. കോൾ യു, ക്യാൻ ഐ കോൾ യു ഫോർ ആൻ അർജൻറ്റ് മാറ്റർ. അപ്പോൾ കുഡ് ഐ വരുമ്പോൾ കുഡ് ഐ കോൾ യു. അപ്പം ആ വെർബിൻ യൂസേജിൻ്റെ പാറ്റേൺ നോക്കുക. മേ ഐ കോൾ യു, ഞാൻ നിന്നെ വിളിച്ചോട്ടെ, ഞാൻ നിന്നെ വിളിക്കട്ടെ, ഞാൻ താങ്കളെ വിളിച്ചോട്ടെ, അതാണ് മേ ഐ വരുന്നത്. ഓക്കെ, പിന്നുള്ളത് അടുത്ത നോക്കൂ, റീഡ് ദിസ് ബുക്ക് ഫോർ യു. അപ്പം ക്യാൻ ഐ റീഡ് ദിസ് ബുക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി പുസ്തകം വായിച്ചു തരട്ടെ. അപ്പോൾ അത് ഫ്രണ്ട്സോ നമ്മളത്ര ആ ഒരു റിലേഷൻ്റെ സർക്കിളിൽ കുഡ് ഐ റീഡ് ദിസ് വർക്ക് ഫോർ യു, എന്നാൽ മേ ഐ റീഡ് ദിസ് വർക്ക് ഫോർ യു, ഞാൻ ഈ വർക്കൊന്ന് വായിച്ച് തന്നോട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിച്ച് തന്നോട്ടെ എന്ന് വളരെ വളരെ നമുക്ക് വിനയാന്വിതമായിട്ട് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചത് പെർമിഷൻ, ആസ്കിങ് ഫോർ പെർമിഷനാണ്. ഈ പെർമിഷൻ ചോദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ 3 രീതിയിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ. അപ്പോൾ ക്യാൻ ഐ എന്ന് പറയുമ്പം വളരെ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെർമിഷൻ ചോദിക്കാൻ.
കുഡ് ഐ കുറച്ചുകൂടി പൊളൈറ്റാണ്. എന്നാൽ മേ ഐ എന്ന് പറയുമ്പോൾ ഏറ്റവും പൊളൈറ്റായിട്ട് പെർമിഷൻ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് പോയിക്കോട്ടെ, ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു യൂസേജാണത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു കാര്യം, ഈ ഒരു ക്യാൻ ഐ ഹെൽപ്പ് യു, കുഡ് ഐ ഹെൽപ്പ് യു, മേ ഐ ഹെൽപ്പ് യു, ഇങ്ങനെ നമുക്ക് എപ്പോഴും സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാൻ ഐ, കുഡ് ഐ, മേ യൂസ് ചെയ്യുമ്പം ആദ്യം നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഹെൽപ്പ്, ഗോ, സ്പീക്ക്, കോള്, അതുപോലെ റീഡ്, ഇങ്ങനെ മേ ഐ റീഡ്, കുഡ് ഐ റീഡ്, ക്യാൻ ഐ റീഡ്, ക്യാൻ ഐ റൈറ്റ്. ഞാൻ എഴുതട്ടെ, കുഡ് ഐ റൈറ്റ്, മേ ഐ റൈറ്റ്. കണ്ടോ, ക്യാൻ ഐ ഗോ, കുഡ് ഐ ഗോ, മേ ഐ ഗോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കറിയാവുന്ന ഏത് വെർബ് വെച്ചിട്ട് വേണമെങ്കിലും, ഇപ്പം ഞാൻ കളിക്കട്ടെ, ക്യാൻ ഐ പ്ലേ, കുഡ് ഐ പ്ലേ, എന്നാൽ പാരനോട് മേ ഐ പ്ലേ, ഞാൻ പൊയ്ക്കോട്ടെ, ഞാൻ കളിക്കാൻ പൊയ്ക്കോട്ടെ. കണ്ടോ, ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, ഈറ്റ് അല്ലേ, അപ്പോൾ ക്യാൻ ഐ ഈറ്റ്, കഴിക്കട്ടെ, കുഡ് ഐ ഈറ്റ്, മേ ഐ ഈറ്റ്, കഴിച്ചോട്ടെ. അപ്പം ഈ രീതിയിൽ പെർമിഷൻ ചോദിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇപ്പോൾ ഒരു കടയിൽ കസ്റ്റമേഴ്സിനോട് ഒരാൾ പിന്നെ സാധനം എടുത്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ മേ ഐ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, മേ ഐ ടേക്ക് ഇറ്റ്, മേ ഐ ടേക്ക് ഫോർ യു. എന്നാൽ നമ്മൾ ഫ്രണ്ട്സ് പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ ക്യാൻ ഐ ഓർ കുഡ് ഐ ചോദിക്കാം. ടീച്ചേഴ്സിനോടാണെങ്കിൽ നമുക്ക് മേ ഐ യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ക്യാൻ ഐ, കുഡ് ഐ, മേ. കാരണം ഞാൻ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിൻ്റെയൊക്കെ ലിങ്ക്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് വൊക്കാബുലറിയിൽ, അതായത് വെർബ്, നമ്മൾ സിമ്പിൾ വെർബ്സ്, ജമ്പ്, പ്ലേ, ഈറ്റ്, ടേക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിമ്പിൾ വെർബ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആസ്ക് ഫോർ പെർമിഷൻ എന്നുള്ള പാർട്ടിൽ നാം ഉപയോഗിക്കുന്ന ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ, ഇതിൻ്റെ മൂന്നിൻ്റെയും യൂസേജ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത് പെർമിഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മേ ഐ എന്നത് പൊളൈറ്റ് റിക്വസ്റ്റായിട്ട്, പൊളൈറ്റായി പെർമിഷൻ ചോദിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടിന്യൂ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.